നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയിൽ ആത്മീയമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രണയം മാത്രമേ ഉള്ളൂ. അതെ, ഈ വ്യക്തിയുടെ മാറ്റത്തിന് സമയമായിട്ടുണ്ടോ? ഈ വ്യക്തി അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആത്മീയപരമായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടും പ്രപഞ്ചശക്തിയിൽ എല്ലാവിധ വിശ്വാസവും സമർപ്പിച്ചുകൊണ്ടും ഈ വായന പരിപൂർണമായും കാണുവാൻ ശ്രമിക്കുക. പ്രേക്ഷകരെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് വളരെയധികം സ്നേഹപരമായിട്ട് മനസ്സിൽ ഹൃദയത്തിൽ പ്രണയം മാത്രം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി ആദ്യം മുതൽ തൊട്ട് തന്നെ പലതരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളും ഈ വ്യക്തിയിൽ വരുന്ന നെഗറ്റീവ് ഊർജങ്ങളും മാറ്റിയെടുക്കുവാനായി ശ്രമിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തി ജീവിക്കുന്ന സാഹചര്യമായിരിക്കാം, ചുറ്റുപാടുമുള്ള ഊർജങ്ങളായിരിക്കാം, നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കാലചക്രം പ്രതികൂലമായതുകൊണ്ടായിരിക്കാം, എന്തിങ്ങനെയുള്ള കാരണത്താൽ ഈ വ്യക്തിക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ പല സാഹചര്യത്തിലും കഴിഞ്ഞിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എല്ലാം ഉപബോധ മനസ്സിലായിരുന്നു എന്ന് മാത്രം. അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും തോറും അവിടെ തടസ്സങ്ങൾ വന്നു വീണ് ആ വഴി അടഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും ഈ വ്യക്തിയുടെ ആത്മീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും ഇല്ലാതെ ഒരു ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ അലഞ്ഞു തിരിയുകയാണ് പലപ്പോഴും ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ഒരു വിജയം കൈവരിക്കാൻ സാധിക്കാതെ എങ്ങനെയാണ് ഈ വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുക, നിങ്ങൾക്ക് മുന്നിൽ നട്ടലുയർത്തി നിൽക്കാൻ കഴിയുക എന്നുള്ള ചിന്തയായിരുന്നു ഈ വ്യക്തിയെ സദാസമയവും വേട്ടയാടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് പല ചട്ടങ്ങളും, അതായത് നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും സ്പിരിച്വൽ പ്രാക്ടീസുകൾ, പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ എന്നിവ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഏറ്റവും വളരെയധികം ഊർജമുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആണ്. പക്ഷേ ചുറ്റുപാടുമുള്ള ഊർജങ്ങൾ ഈ വ്യക്തിയെ തല്ലിക്കെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ പലപ്പോഴും ഈ വ്യക്തി ഒറ്റപ്പെട്ട വേദനയിലൂടെ കടന്നുപോയി പല ദുരിതങ്ങളും സ്വയം തന്നെ അനുഭവിച്ചു തീർത്തിട്ടുണ്ട്. ഈ വ്യക്തിക്ക് ഇതാ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തിന് വേണ്ടി തയ്യാറാവുവാൻ പോവുകയാണ് ഈ പേഴ്സൺ. അത് മറ്റാരുമായിട്ടല്ല, നിങ്ങളുമായിട്ട് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% നീതി പുലർത്തിക്കൊണ്ട് തന്നെ അത് പ്രാവർത്തികമാക്കി എടുക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയേറിയ പോരാട്ടം തന്നെയാണ്. യുദ്ധത്തിന് വേണ്ടി തൻ്റെ സ്വന്തം ഭൂമിയും താൻ സ്നേഹിക്കുന്ന തൻ്റെ വ്യക്തിയെയും സ്വന്തമാക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പടനയക്കുന്ന അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവണതയാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി കുടഞ്ഞു കളയാൻ ആഗ്രഹിക്കുന്നത്
ഈ വ്യക്തിയുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും പേടികളും ഭീഷണികളും തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊന്നും ഈ വ്യക്തിയെ പിന്തിരിപ്പിക്കാനോ തോൽപ്പിക്കാനോ സാധിക്കില്ല എന്നുള്ള ഊർജമാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദൂര സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഓടിയെത്താനാകാൻ പറ്റാത്ത വിധത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ലോക്കായി നിൽക്കുന്നത്. പക്ഷെ അതിന്റെ മുന്നിൽ പോലും കീഴടങ്ങുവാൻ ഈ വ്യക്തിയെ കിട്ടത്തില്ല. കാരണം ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഇവിടെ ആത്മീയപരമായിട്ടുള്ള മാറ്റത്തിന്റെ പിന്നിലായി പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഊർജങ്ങൾ, അത് അനാവശ്യം തന്നെയാണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ചില ഊർജങ്ങൾ വളരെയധികം ഉയർന്ന വൈബ്രേഷനോട് കൂടി പോകുന്നുണ്ട്. ഇപ്പോൾ കരച്ചിൽ കരയുന്നതാണെങ്കിൽ വളരെയധികം ഈ വ്യക്തി കരയുന്നതായിട്ടും, സന്തോഷിക്കുകയാണെങ്കിൽ, സന്തോഷം വരികയാണെങ്കിൽ വളരെയധികം ഉയർന്ന രീതിയിൽ തന്നെ സന്തോഷിക്കുന്നതുമായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഈ വ്യക്തിക്കുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിരിക്കുന്നത് സൂക്ഷ്മ ശക്തികളും അതുപോലെ പ്രപഞ്ച ശക്തിയും തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും മാറ്റിവെക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രണയമായി തീർന്നിരിക്കുകയാണ് നിങ്ങളോടുള്ള ഈ ഒരു വികാരം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്ത് കാര്യത്തെയും നേരിടാൻ ബലവാനായിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. വളരെയധികം ഭൂമിയോളം താഴ്ന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രകൃതമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. മറ്റാരെയും വേദനിപ്പിക്കണ്ട എന്നും മറ്റാരെയും വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്നും ഈ പ്രണയബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അതവിടെ പൊയ്ക്കോട്ടെ എന്നും വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. പക്ഷെ അതിൽ നിന്നുമൊക്കെ വിട്ടുമാറി വളരെയധികം മാറ്റത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റത്തിന് തയ്യാറാകുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും അത് യാഥാർത്ഥ്യമാക്കാനും, അതായത് മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങൾ കേവലം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാത്രമാക്കിക്കൊണ്ട് മാറ്റി നിർത്താതെ അത് വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് സ്വയം കഷ്ടപ്പെട്ടാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവും കൂടിയാണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുള്ളത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെയാണ്. മറ്റാരെയും വെറുപ്പിക്കുവാനോ തള്ളിക്കളയുവാനോ സാധിക്കുകയില്ല, എന്നാൽ നിങ്ങളെ ഉപേക്ഷിക്കാനും ഈ വ്യക്തിയെ കൊണ്ട് കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു നിന്നിട്ടുണ്ട്. മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനോ അവരെ പേടിച്ചിട്ടോ ആയിരിക്കാം. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ നിന്നുമൊക്കെയും ഈ വ്യക്തി ഇപ്പോൾ പുറത്തേക്ക് കടന്നു വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആരെയും പേടിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഉത്തരം മുട്ടിച്ചുകൊണ്ടും ചോദ്യചിഹ്നത്തിൽ നിന്നുകൊണ്ടും ഭയന്നുകൊണ്ടും മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തയ്യാറല്ല. വലിയ രീതിയിലുള്ള ഹീലിംഗ് പ്രോസസ്സാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും ശരീരത്തിലേക്കും വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹീലിംഗ് ആയിട്ടുള്ള മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ടുണ്ടാകാം, തൻ്റെ ഇടവും അഹങ്കാരവും ഒക്കെ കാണിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് മാത്രമായിരുന്നു ഈ വ്യക്തി കാണിച്ചിരുന്നത്. മറ്റുള്ളവരോട് ഇതൊന്നും കാണിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ പേടിച്ചു നിൽക്കുകയും അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോവുകയുമാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴോ നിങ്ങളോടുള്ളത് സ്നേഹമായിട്ടും മറ്റുള്ളവരോടുള്ളത് എതിർത്ത് നിൽക്കുന്ന ഒരു ഊർജത്തിലേക്കുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാരുടെയും കുറ്റമല്ല. നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധത്തെ കീറിമുറിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ശത്രുക്കളുടെ മുന്നിൽ ഈ വ്യക്തി പ്രതികരിക്കുന്ന രീതിയാണ് ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളത്. ആ രീതി എന്ന് പറയുന്നത്, ഇത്രയും കാലം ഈ വ്യക്തി ചിരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ ദേഷ്യപ്പെടുന്നതും ആ ഒരു സ്പോട്ടിൽ തന്നെ, ആ ഒരു സാഹചര്യത്തിൽ തന്നെ അപ്പം തന്നെ പ്രതികരിക്കുന്ന രീതിയിലേക്കും കൂടിയാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു ജീവിത പാഠം എന്ന് പറയുന്നത്, മാനസികപരമായിട്ടുള്ള സന്തോഷം ഇല്ലാതാക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ തല്ലിക്കിടത്തിയിട്ട് എത്ര മനോഹരമായ സ്ഥലങ്ങളിൽ പോയി ഇരുന്നാലോ എത്ര ലക്ഷറിയായി ജീവിച്ചാലോ അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള ഒരു പാഠം തന്നെയാണ് ഈ പേഴ്സൺ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇത്രയുമാണ്. ഒരുപക്ഷെ ഈ വ്യക്തി വിദേശത്തായിരിക്കാം,
ഇല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സമ്പാദിക്കുകയും ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയം സൃഷ്ടിച്ച ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തി കീഴടങ്ങിയേ പറ്റൂ എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും ഭൗതിക സുഖങ്ങളോട് വിട പറയുകയും അതുപോലെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഒന്നും ഇനി ചെയ്യില്ല എന്നും സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും മറ്റുള്ളവരുടെ മനസ്സിനെ ഈ വ്യക്തി അറിയാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആദ്യമൊക്കെ വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുകയും സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും വേണ്ടപ്പെട്ട വ്യക്തികൾ പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു റോബോട്ടിക് ലൈഫായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അത്തരം യാന്ത്രികമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞ് പുറത്തേക്ക് കടന്ന് തനിക്ക് വേണ്ടി സ്വന്തമായി ജീവിച്ചു തുടങ്ങുന്ന കാലങ്ങളാണ് ഇനി ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ തന്നെയാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.